ഹലോ, ഈ വീഡിയോയുടെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണേ. എൻ്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് സ്റ്റേജ് 1 വന്നു. അവിടെ മോഹിനിയാട്ടമായിരുന്നു. കുറച്ച് നേരം മോഹിനിയാട്ടം കണ്ടുകൊണ്ടിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ശംഖുമുഖം ബീച്ചിലേക്കാണ്. അതിനിടയിൽ ഞാനവിടെ ഫേസിൽ റിമൂവറിട്ട് കഴുകി എല്ലാം ഫേസ് വാഷൊക്കെ കൊണ്ടെല്ലാം സെറ്റാക്കിയായിരുന്നു. പക്ഷെ എന്നാലും മേക്കപ്പ് നന്നായിട്ടൊന്നും പോയിട്ടില്ലായിരുന്നു. ബീച്ചിലൊക്കെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. നല്ല കാറ്റ്, നല്ലൊരു സംഭവമാണ് ശരിക്കും. എനിക്കിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡുകൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല പാട്ടൊക്കെ കേട്ട് മഴ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് പൂവാറുള്ള ഒരു മാൻഗ്രൂവ് ഫോറസ്റ്റിലൂടെ ഒരു ബോട്ടിൽ റൈഡിന് വേണ്ടിയിട്ടായിരുന്നു. അത് നല്ല രസമായിരുന്നു കേട്ടോ. അത് അമ്മ ഇത് പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ പറഞ്ഞു ചുമ്മാ പൈസ കളയാനുള്ള ഏർപ്പാടാണ്, വേണ്ടാന്നും പറഞ്ഞിരുന്ന അമ്മയാണ്. അവസാനം അത് കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. ശരിക്കും നമ്മളെങ്ങനെ എന്താ പറയുക, ഒരു ഫീല് കിട്ടും അതിനകത്തൂടെ പോകുമ്പോൾ ഒരു ഫീല് കിട്ടും. ആദ്യം നമ്മൾ ഈ മാൻഗ്രൂവ് ഫോറസ്റ്റിലൂടെ അവിടെ ചെല്ലുന്നതെന്ന് പറയുന്ന ഒരു ബീച്ചിലാണ്. ആ ബീച്ചിൽ നമ്മൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടെ വെച്ചാണോ കയറിയത് അതിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ വേറെ വഴിക്കോടെ വേണം. ഈ മാൻഗ്രൂവ് ഫോറസ്റ്റിൽ തന്നെ വേറെ വഴിക്കോടെയാണ് നമ്മൾ തിരിച്ചു വരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ. അത് ശരിക്കും വോർത്തായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഞങ്ങൾ പോയ ബീച്ചിൽ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ചുമ്മാ കുറേ നേരം നടന്നു കളിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ പിന്നെ നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് ബീച്ചിൽ ഇറങ്ങിയിട്ട് മാൻഗ്രൂവ് ഫോറസ്റ്റിൽ നമ്മൾ ബീച്ചിൽ പോയി. ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വന്ന വഴിക്കാണ് ഈ ഒരു ശില്പം ഉള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ രാവിലെ ഒരു ഫ്രഷ് മോർണിംഗ്. ഞങ്ങളുടെ റൂമിൻ്റെ വിൻഡോ കൂടെ നോക്കുമ്പോൾ ബീച്ച് ഫുൾ കാണാമായിരുന്നു. അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. രാത്രി കുറേ നേരം ഞങ്ങൾ ഫ്രണ്ടിൽ ഇറങ്ങിയിരുന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായി. കാരണം രാവിലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്ത് വന്നിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകാതെ എന്ത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പോകുന്നത് അങ്ങോട്ടാണ്. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ മൈൻഡിൽ ഒരു കാമായിട്ടുള്ളൊരു പ്രസൻസ് നമുക്ക് തോന്നും. അവിടെ എപ്പോഴും നല്ല തിരക്കാണ്. പിന്നെ തൊഴുതിറങ്ങി. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ മേടിച്ചു. കുറേ മഞ്ചാടിക്കുരുവും മയിൽപ്പീലി. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് മയിൽപ്പീലി എവിടെ കണ്ടാലും മയിൽപ്പീലി വേണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ്. നല്ല രസമായിരുന്നു. അവിടെ ശരിക്കും തൊഴാനായിട്ടായാലും നല്ല തിരക്കാണ്. അപ്പം ശരിക്കും തൊഴാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഓക്കെ, നമ്മൾ പോയല്ലോ, നമുക്ക് ഒന്ന് കാണാൻ പറ്റിയില്ല, അത് തന്നെ വലിയ കാര്യം. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മളുടെ ട്രോഫിയും സർട്ടിഫിക്കറ്റും മേടിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്കാണ്. അവിടെ നിന്ന് ട്രോഫി സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടി. ഇത്തവണത്തെ ട്രോഫിയുടെ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതൊരു ഗണപതി ക്ഷേത്രമാണ് അവിടെയുള്ള. ഞാൻ മത്സരത്തിന് കയറുന്നതിന് മുമ്പ് അച്ഛൻ ഈ ക്ഷേത്രത്തിൽ വന്നായിരുന്നു. അച്ഛൻ മുല്ലപ്പൂ മേടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ ക്ഷേത്രത്തിൽ കയറിയായിരുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നെങ്ങാണ്ട് ആ മുല്ലപ്പൂ മേടിച്ചത്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ബൈ പറയുകയാണ്. പിന്നെ നമ്മൾ വീണ്ടും ഒരു ബീച്ചിലേക്കും കൂടെ ഇറങ്ങി. പക്ഷേ അവിടെ അമ്മ ഇറങ്ങി വന്നില്ല കേട്ടോ. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി കുറച്ച് നേരം ചുമ്മാ അവിടെ കൂടിയെല്ലാം നടന്നു. അങ്ങനെ ഞങ്ങളിപ്പം എനിക്ക് തോന്നുന്നു 1, 2, 3, 4 ബീച്ചിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു. ആ ഫുഡിൽ ഞാൻ ഏത് റെസ്റ്റോറൻറ്റിലാണ് കയറിയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവിടുത്തെ നിർവാണ ഫിഷ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനൊരു രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ ജഡായുപ്പാറയുടെ അവിടെയും കൂടി ഇറങ്ങി. ജഡായുപ്പാറയുടെ അവിടെ കയറിയില്ല. താഴെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറിപ്പോയില്ല. കാരണം കയറിപ്പോയി കഴിഞ്ഞാൽ നല്ല താമസിക്കും. അതുകൊണ്ട് നമ്മൾ കയറിയില്ല. ചുമ്മാ അവിടെ കൂടിയൊക്കെ കറങ്ങി നടന്നു. ഇതാണ് നമ്മളിവിടെ നിന്നിട്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു സൺസെറ്റും കൂടിയും കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേനും ഒരു കോഫിയൊക്കെ കുടിച്ചു. വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ബാക്ക് ടു ഹോം. എന്തായാലും എ ഗ്രേഡൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ അച്ഛൻ്റെ വക ഡ്രസ്സൊക്കെ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ട്രെൻഡ്സിൽ കയറി. ഞാനൊരു ഡ്രസ്സും ഒരു ടോപ്പും പിന്നെ ചേച്ചി ഒരു ഡ്രസ്സാണ് എടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അവിടുത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു.
പിന്നെ നമ്മൾ തിരിച്ച് വരികയാണ്. അങ്ങനെ ഒരു വെളുപ്പിന് എപ്പോഴോ ആണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് യു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. Thank you for watching and please do subscribe to my channel.